ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ഫ്രെയിമാണ്. ഞാൻ ഇതിൻ്റെ റീല് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓർഡേഴ്സിനേക്കാൾ കൂടുതൽ വന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകളാണ്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് RT5 എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പിലാണ് നമ്മൾ ഈ വീഡിയോയും ഫോട്ടോയും ചെയ്യേണ്ടത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഒരു സ്കാനറാണ് വരിക. സ്കാനിങ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അതിൻ്റെ താഴെ ഫീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്യാനൊക്കെ പറയും. ലോഗിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലൊരു വിൻഡോയാണ് വരിക. അതിൽ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2D 3D അങ്ങനെയൊക്കെ കാണാം. അതിൽ നമ്മളിപ്പോൾ 2D ആർട്ട് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് 2D ആർട്ട് വർക്ക് എന്നുള്ളത് ഓപ്പൺ ആക്കുക. അപ്പം ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ നമുക്ക് വേണ്ട ആർട്ട് വർക്കിനായിട്ട് പേര് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര്, ഇപ്പോൾ കസ്റ്റമറിൻ്റെ പേരിട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിലി നിട്ടു. പിന്നെ നമുക്ക് വേണ്ട ഫ്രെയിമിൽ കൊടുക്കാനുള്ള ഫോട്ടോ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഏത് വീഡിയോ ആണോ വരേണ്ടത് ആ വീഡിയോ താഴത്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോയും വീഡിയോയും ലോഡായി വന്നതിന് ശേഷം ഇത് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യാൻ മുകളിൽ ഹോം ബട്ടൺ ഉണ്ട്, അതിൻ്റെ താഴെ സേവിങ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആർട്ട് വർക്ക് സേവ് ചെയ്യാം. അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് സേവ് ആവുകയും ചെയ്യും. അപ്പോൾ അത് സേവ് ചെയ്യുക. അവിടെ ആർട്ട് വർക്ക് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഈ ആപ്പിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രെയിമിൽ കൊടുക്കാനുള്ള ഫോട്ടോ സാധാ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന പോലെ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്യാം. ഇതിന് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവരുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് അവരുടെ വീഡിയോ പ്ലേ ആവും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.